dear students, in the last class we are discussed about distance, displacement അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് യൂണിഫോം മോഷൻ ആണ്. യൂണിഫോം മോഷൻ. ഒരു ഒബ്ജക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇഫ് ഇറ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം, അങ്ങനെയുള്ള മോഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിഫോം മോഷൻ. An object moving in a straight line covers equal distance in equal interval of time. For example, ഞാൻ പറയാം, ഞാൻ ഇവിടുന്ന് മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ ആദ്യം ഒരു 3 മീറ്റേഴ്സ് ഒരു 2 സെക്കൻഡ്സ് കൊണ്ട് കവർ ചെയ്തു. അടുത്ത 3 മീറ്റർ വീണ്ടും അടുത്ത 2 സെക്കൻഡിൽ, അതായത് 6 മീറ്റർ കവർ ചെയ്തു. എത്ര സെക്കൻഡ് കൊണ്ട്? 4 സെക്കൻഡ് കൊണ്ട്. വീണ്ടും 9 മീറ്റർ 6 സെക്കൻഡ്സ് കൊണ്ട്. അതായത് ഞാൻ ജേർണി സ്റ്റാർട്ട് ചെയ്തു, ആദ്യം 3 മീറ്റർ കവർ ചെയ്തു 2 സെക്കൻഡ് കൊണ്ട്. അടുത്ത 3 മീറ്റർ കവർ ചെയ്തു എത്ര സെക്കൻഡ് കൊണ്ട്? 2 സെക്കൻഡ് കൊണ്ട്. ടോട്ടൽ 6 മീറ്റർ എത്ര സെക്കൻഡ്സ്? ടോട്ടൽ 4 സെക്കൻഡ്സ്. അത് കഴിഞ്ഞിട്ട് ടോട്ടൽ 9 മീറ്റർ കവർ ചെയ്തത് 6 സെക്കൻഡ്സ്. അതായത് വീണ്ടും 2 സെക്കൻഡ്, വീണ്ടും 3 മീറ്റർ. അതായത് ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിലാണ് കവർ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ 3 മീറ്റർ 2 സെക്കൻഡ്സിൽ, അടുത്ത 3 മീറ്റർ 2 സെക്കൻഡ്സിൽ. ഇങ്ങനെയുള്ള മോഷന് നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിഫോം മോഷൻ. So what is uniform motion? If an object is moving on a straight line, covers equal distance in equal interval of time. Okay, equal distance in equal interval of time. അങ്ങനെയുള്ള മോഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? യൂണിഫോം മോഷൻ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. യൂണിഫോം മോഷൻ്റെ ഗ്രാഫൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എന്താണ് യൂണിഫോം മോഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. ഇനി യൂണിഫോം മോഷനിലെ ഒരു ക്വാണ്ടിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്താണെന്ന് ഞാൻ പറയാം. അതിന് മുന്നേ നമുക്ക് 2 ക്വാണ്ടിറ്റീസ് പഠിക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും പഠിച്ചില്ലേ? ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പീഡ് ആൻഡ് വെലോസിറ്റി. ആദ്യം നമുക്ക് സ്പീഡ് എന്താണെന്ന് പറയാം. സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈമാണ്. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പീഡ്. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ഈസ് കോൾഡ് സ്പീഡ്. അപ്പോൾ ഡിസ്റ്റൻസ് നമുക്കറിയാം, ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. സോ സ്പീഡിൻ്റെ യൂണിറ്റ് എന്താണ്? സ്പീഡിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, സ്പീഡ് ഇസ് ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ആൻഡ് ടൈം ഓർ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഇറ്റ്സ് യൂണിറ്റ് ഈസ് മീറ്റർ പെർ സെക്കൻഡ്. സ്പീഡ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ശ്രദ്ധിക്കണേ, സ്പീഡ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. എന്താണ് സ്കേലാർ, എന്താണ് വെക്റ്റർ എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. നമ്മൾ അടുത്ത ചാപ്റ്റർ പഠിക്കുമ്പോഴും വെക്റ്റേഴ്സൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ സ്കേലാർ ക്വാണ്ടിറ്റി എന്താണ് അല്ലേ? വിച്ച് ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ്, നോ ഡയറക്ഷൻ. അതായത് അളവുകൾ മാത്രം പറയുന്നത്, വിത്തൗട്ട് സ്പെസിഫൈങ് ഇറ്റ്സ് ഡയറക്ഷൻ. ഡയറക്ഷൻ പറയാതെ, ദിശ പറയാതെ, അളവ് മാത്രം പറയുന്നതിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്? സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞത്. സോ സ്പീഡ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. സോ എന്താണ് സ്പീഡ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി വെലോസിറ്റിയാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ? സ്പീഡ് നമ്മൾ വാഹനങ്ങളിലൊക്കെ പോകുമ്പോൾ അല്ലേ, നമ്മൾ സ്പീഡോമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം കാണാറുണ്ട് അല്ലേ? വാഹനത്തിൻ്റെ സ്പീഡ് മെഷർ ചെയ്യാൻ പറ്റും. ഓരോ ഇൻസ്റ്റൻറ്റിലുള്ള സ്പീഡ് മെഷർ ചെയ്യുന്ന ഒരു ഉപകരണമാണ് എന്തെന്ന്? സ്പീഡോമീറ്റർ. അപ്പോൾ സ്പീഡോമീറ്റർ മെഷർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡാണ്. ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡിലേക്ക് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വരും. അപ്പോൾ അതിന് മുന്നേ വെലോസിറ്റി എന്താണെന്ന് അറിഞ്ഞിരിക്കുക. വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈമാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈമാണ് സ്പീഡ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈമാണ് വെലോസിറ്റി. നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റും മീറ്ററാണ്. സോ ഇതിൻ്റെ യൂണിറ്റ് തന്നെയാണ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് മീറ്റർ ആണ്, ടൈം സെക്കൻഡ് ആണ്. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു, വെലോസിറ്റിൻ്റെ യൂണിറ്റ് ഓഫ് വെലോസിറ്റി ഈസ് മീറ്റർ പെർ സെക്കൻഡ്. ഇക്വേഷൻ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം. സ്പീഡ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആയിരുന്നു. അതേപോലെ വെലോസിറ്റിയും എന്താണ്? വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ശ്രദ്ധിക്കണേ, സ്പീഡ് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, വെലോസിറ്റി എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള ക്വാണ്ടിറ്റി, നമ്മൾ ഡിസ്റ്റൻസ് പറഞ്ഞത് സ്കേലാറിൽ നിന്നാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സോ വെലോസിറ്റി എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്.
സോ സ്പീഡും വെലോസിറ്റിയും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണ്? ഒന്ന് ഡിസ്റ്റൻസ് ബൈ ടൈമാണ്, ഒന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ഒന്ന് സ്കേലാറാണ്, മറ്റേത് എന്താണ്? വെക്റ്ററാണ്. രണ്ടിൻ്റെയും യൂണിറ്റ് സെയിം ആണ്, രണ്ടിൻ്റെയും ഡയമെൻഷനും സെയിം ആണ്. ഡയമെൻഷൻ എന്താണ് അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെ ഡിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ L ആണ്, ടൈമിൻ്റെ ഡയമെൻഷൻ T ആണ്. ഈ T മേലോട്ടേക്ക് പോകുമ്പോൾ എന്താവും? T⁻⁻1. സോ ഡയമെൻഷൻ രണ്ടിൻ്റെയും സ്പീഡിൻ്റെ ഡയമെൻഷനും വെലോസിറ്റീൻ്റെ ഡയമെൻഷൻ എന്താണ്? LT⁻⁻1. LT⁻⁻1. ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്പീഡ് എന്താണ്, വെലോസിറ്റി എന്താണെന്ന് പഠിച്ചു. ഇനി നമുക്ക് ആവറേജ് സ്പീഡ് അതേപോലെ ആവറേജ് വെലോസിറ്റി അതെന്താണെന്ന് പഠിക്കാം. ഓക്കെ. ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി. So what is average speed and average velocity? ആവറേജ് സ്പീഡ് ആദ്യം പറയാം. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു, ആവറേജ് ഞാൻ AVG എന്ന് കൊടുക്കുകയാണ്. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ഇൻ്റർവെൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ജേണിയിൽ ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ ജേണിയിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ, ഞാനിപ്പോൾ ഒരു ജേണിയിൽ ഒരു 10 മീറ്റർ ഡിസ്റ്റൻസ് ഒരു 3 സെക്കൻഡ്സ് കൊണ്ട് കവർ ചെയ്യുകയാണെങ്കിൽ 10 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡിസ്റ്റൻസ് 10 ആണെങ്കിൽ 10 ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം 3 ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 3. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ഇൻ്റർവെൽ, ഇത് ഇക്വേഷൻ ആണ് നമ്മൾ ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ആവറേജ് സ്പീഡ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് അല്ലേ, ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ഇൻ്റർവെൽ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം അല്ലേ, ടോട്ടൽ ടൈം ഇൻ്റർവെൽ അല്ലെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഈ ക്വാണ്ടിറ്റിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് ആവറേജ് സ്പീഡ്. ഇനി അടുത്തതാണ് ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈമാണ്. ഇപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് ആ ജേണിയിൽ എന്ത് പറഞ്ഞാൽ മതി? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് തന്നെ പറഞ്ഞാൽ മതി അല്ലേ. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ജേണിയിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം ആയിരിക്കും അല്ലേ. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ഇൻ്റർവെൽ, ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ഇൻ്റർവെൽ അല്ലേ. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ഇൻ്റർവെല്ലിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ആവറേജ് വെലോസിറ്റി. സോ വാട്ട് ഈസ് ആവറേജ് സ്പീഡ്? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. വാട്ട് ഈസ് ആവറേജ് വെലോസിറ്റി? ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഫോർ എക്സാമ്പിൾ, ആദ്യം x1 എന്നുള്ള പൊസിഷനിൽ, അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് x2 എന്നുള്ള പൊസിഷനിലാണുള്ളത്. ഓക്കെ, ആദ്യം x1 എന്നുള്ള പൊസിഷനിൽ, പിന്നെ എവിടെയാണുള്ളത്? x2 എന്നുള്ള പൊസിഷനിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു x2 മൈനസ് x1. അതേപോലെ ആദ്യം ടൈം t1 ആണ്, രണ്ടാമത്തെ ടൈം t2 ആണ്. x1 എന്നുള്ള പൊസിഷനിലുള്ള ടൈം എത്രയാണ്? t1 ആണ്. അത് കഴിഞ്ഞിട്ട് x2 എത്തിയപ്പോൾ എത്രയായി? t2 ആയി. അങ്ങനെയാണെങ്കിൽ ടൈം എത്രയാണ്? t2 മൈനസ് t1 ഈസ് ഈക്വൽ ടു x2 മൈനസ് x1. നമുക്ക് ചേഞ്ചിനെ അല്ലെങ്കിൽ ഡിഫറൻസിനെ നമ്മൾ ഡെൽറ്റ ഉപയോഗിച്ച് എഴുതാറുണ്ട്. അപ്പോൾ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് അല്ലെങ്കിൽ ചേഞ്ച് എന്നാണ് അർത്ഥം. സോ x2 മൈനസ് x1 പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ t2 മൈനസ് t1 എന്നുള്ള ചേഞ്ചിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ഡെൽറ്റ ടി. ശ്രദ്ധിക്കുക, കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ ആണ്. ആദ്യമുള്ള പൊസിഷൻ x1 ആയിരുന്നു, അപ്പോൾ ടൈം ടേക്കൺ t1. ഫോർ എക്സാമ്പിൾ എക്സ് ആക്സിസിൽ മൂവ് ചെയ്യാണ്. ഓക്കെ, 0 1 2 3 4 ഇങ്ങനെയാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. 1 2 3 4 എക്സെട്ര. ഇത് എക്സ് ആക്സിസ് ആണ്. സ്ട്രേറ്റ് ലൈൻ മോഷൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ t1 എന്നുള്ള ടൈമിൽ പൊസിഷൻ 1ലാണ് 1. t2 എന്നുള്ള ടൈമിൽ അല്ലേ ഒരു 2 സെക്കൻഡ്, ഇവിടെ ഒരു 10 സെക്കൻഡ്. 10 സെക്കൻഡ് ആയപ്പോൾ ഇവിടെ എത്തി 3ലെത്തി. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 3 മൈനസ് 1 ഡിവൈഡഡ് ബൈ 10 മൈനസ് 2 അല്ലേ, ഇസ് ഈക്വൽ ടു എത്ര നമുക്ക് കിട്ടുക? 3 മൈനസ് 1 2 ഡിവൈഡഡ് ബൈ 10 മൈനസ് 2 8, 2/8 ഇങ്ങനെ കിട്ടില്ലേ. അതേപോലെ പൊസിഷന് ഞാൻ 1ഉം 3ഉം മാറ്റിയിട്ട് എന്തെടുത്തു? x1 x2 എടുത്തു. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? x2 മൈനസ് x1. 3 മൈനസ് 1 എടുത്തില്ലേ, അതല്ല ഇവിടെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്. അതേപോലെ x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ
ടൈം ടേക്കൺ എത്രയാണ്? ഇവിടെ 10 സെക്കൻഡിലാണ് 3-ലെത്തുന്നത്, 2 സെക്കൻഡിലാണ് എന്നിലെത്തുന്നത്, 1-ലെത്തുന്നത്. 10 - 2, അതേപോലെ T2 - T1 ടൈം ടേക്കൺ കിട്ടും. അപ്പോൾ ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഈസ് ദി ഇക്വേഷൻ ഫോർ ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി. So what is average speed? Total distance divided by total time taken. What is average velocity? Total displacement divided by total time. That is x2 minus x1 divided by t2 minus t1. That is delta x divided by delta t. Change in position. അതാണ് delta x കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Change in time delta t. സോ എന്താണ് ആവറേജ് സ്പീഡ്, എന്താണ് ആവറേജ് വെലോസിറ്റി, ആ ഇക്വേഷൻസ് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ആവറേജ് വെലോസിറ്റി, ആവറേജ് സ്പീഡ് നമ്മൾ പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസാണ് നമ്മൾ പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. എ ബോഡി മൂവിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ട്രാവൽസ് വിത്ത് യൂണിഫോം വെലോസിറ്റി v1 ഫോർ ടൈം t1 ആൻഡ് അനദർ യൂണിഫോം വെലോസിറ്റി v2 ഫോർ ടൈം t2. വാട്ട് ഈസ് ദി ആവറേജ് ഫോർ ദി ഹോൾ ജേർണി? ആവറേജ് ഫോർ ദി ഹോൾ ജേർണിയാണ് ചോദിച്ചിട്ടുള്ളത്. ആവറേജ് വെലോസിറ്റി ഫോർ ദി ഹോൾ ജേർണി. അപ്പോൾ ആദ്യം സ്ട്രെയിറ്റ് ലൈൻ ട്രാവൽസ് വിത്ത് യൂണിഫോം വെലോസിറ്റി v1 ഫോർ ടൈം t1 ആണ് അല്ലേ? വെലോസിറ്റി v1 ഫോർ ടൈം t1. അതേപോലെ അനദർ വെലോസിറ്റി v2 ഫോർ ടൈം t2. v2 ഫോർ ടൈം t2. ആവറേജ് വെലോസിറ്റി നമുക്കറിയാം. ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈമാണ്. ടോട്ടൽ ടൈം ടേക്കൺ ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ? നമുക്ക് വെലോസിറ്റിയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അല്ലേ? ഇപ്പോൾ ചിലപ്പോൾ 30 km/h 40 km/h എന്നൊക്കെ വെലോസിറ്റി തരും. അപ്പോൾ ഇവിടെ വെലോസിറ്റി ആണ് തന്നിട്ടുള്ളത്. ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മളോട് പറഞ്ഞിട്ടേ ഇല്ല അല്ലേ? കാരണം വെലോസിറ്റി v1 ഫോർ ടൈം t1, v2 ഫോർ ടൈം t2 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിൽ ഡിസ്പ്ലേസ്മെൻറ്റിനെ നമുക്ക് വെലോസിറ്റീൻ്റെ ടേംസിൽ എഴുതിക്കൂടെ? കാരണം നമുക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ഞാൻ ഡിസ്പ്ലേസ്മെൻറ്റിന് എസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ s/t ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റിയാണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഈ ബൈ ടി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താവും? വെലോസിറ്റി ഇൻറ്റു ടൈം ആവും, v ഇൻറ്റു ടി ആവും. സോ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം? വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് കൊടുക്കാം. ആദ്യമുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാ? s1 ഈസ് ഈക്വൽ ടു എന്താണ്? v1 ഇൻറ്റു t1 അല്ലേ? വെലോസിറ്റി ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് എന്തെന്ന്? ഡിസ്പ്ലേസ്മെൻറ്റ്. സോ s1 ഈസ് ഈക്വൽ ടു എന്താണ്? v1 ഇൻറ്റു t1. അതേപോലെ s2 ഈസ് ഈക്വൽ ടു എന്താണ്? s2 ഈസ് ഈക്വൽ ടു v2 ഇൻറ്റു t2 അല്ലേ? വെലോസിറ്റി ഇൻറ്റു ടൈം t2, v2 ഇൻറ്റു t2. സോ നമുക്കിവിടെ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ s1 പ്ലസ് s2 ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ്? t1 പ്ലസ് t2. അപ്പോൾ s1ന് പകരം നമുക്ക് വെലോസിറ്റിൻ്റെ ടേംസിലാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതെങ്കിൽ, വെലോസിറ്റിയും ടൈമാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം നമുക്ക് അതിൻ്റെ വെലോസിറ്റിയിലെ ടേംസിൽ എഴുതാം. s1 ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ആണല്ലോ, v1 ഇൻറ്റു t1 ആണല്ലോ, v1 ഇൻറ്റു t1 ആണല്ലോ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് അല്ലേ? ആദ്യമുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യമുള്ള വെലോസിറ്റി ഇൻറ്റു ആദ്യമുള്ള ടൈം. സോ v1 ഇൻറ്റു t1 പ്ലസ് s2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? v2 ഇൻറ്റു t2 ഡിവൈഡഡ് ബൈ t1 പ്ലസ് t2. ദിസ് ഈസ് ദി ആവറേജ് വെലോസിറ്റി, v ആവറേജ് വെലോസിറ്റിക്ക് നമുക്ക് v എന്ന് കൊടുക്കാം. വെലോസിറ്റിൻ്റെ ടേംസിലാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v1 t1 പ്ലസ് v2 t2 ഡിവൈഡഡ് ബൈ t1 പ്ലസ് t2. സോ വെലോസിറ്റി v1 ഫോർ ടൈം t1, v2 ഫോർ ടൈം t2, ടോട്ടൽ ടൈം നമുക്ക് കിട്ടി t1 പ്ലസ് t2. വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് v1 t1 പ്ലസ് v2 t2 ആണ് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. ഇതേപോലെ 1-2 കേസ് കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട് നമുക്ക്. നേരത്തെ നമ്മളൊരു കേസ് പറഞ്ഞിരുന്നു അത് എൻ്റെ അപ്പൻ വേണ്ട, ഇനി ബാക്കിയുള്ള എടുത്താൽ മതി. ഓക്കെ, റെഡി? നേരത്തെ നമ്മളൊരു കേസ് പറഞ്ഞിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എ കാർ മൂവ്സ് വിത്ത് എ സ്പീഡ് ഓഫ് 30 km/h ഫോർ 3 hours and then moves with a speed of 40 km/h for 2 hours. What is the magnitude of average velocity of the car? Average velocity ആണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ ടൈമിൽ മൂവ് ചെയ്യുന്ന സ്പീഡ് 30 km/h ആണ്. ഇവിടെ സ്പീഡും വെലോസിറ്റി ഒക്കെ സെയിം തന്നെയാണ്. കാരണം എന്താണ്? ഇവിടെ കാർ സ്ട്രെയിറ്റ് ലൈനായിട്ട് മൂവ് ചെയ്യാണ്. അപ്പോൾ അവിടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ എന്താണ്? സെയിം ആണ്. അപ്പോൾ അവിടെ
സ്പീഡും വെലോസിറ്റി എന്താണ് സെയിം ആണ്. ഇപ്പോൾ കാറിന് നമ്മൾ സാധാരണ സ്പീഡിലാണ് പറയുന്നത്, അതിൻ്റെ സ്പീഡാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സ്പീഡ് തന്നിരിക്കുന്നത്. സ്പീഡ് ഓഫ് 30 km/h ഫോർ എ 3 hour. സോ V1 ഈസ് ഈക്വൽ ടു എന്താണ്? V1 ഈസ് ഈക്വൽ ടു 30 km/h. അവിടെയുള്ള ടൈം ടേക്കൺ T1 ഈസ് ഈക്വൽ ടു ഫോർ 3 hours എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. 3 hours. ഇനി then moves with a speed of 40 km/h. ഓക്കെ, അപ്പോൾ V2 ഈസ് ഈക്വൽ ടു എന്താണ്? 40 km/h ആണ്. അവിടെ മാഗ്നിറ്റ്യൂഡ് ഫോർ 2 hours എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? T2 ഈസ് ഈക്വൽ ടു 2 hours. വാട്ട് ഈസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ആവറേജ് വെലോസിറ്റി? ആവറേജ് വെലോസിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, വെലോസിറ്റീസ് തന്നു കഴിഞ്ഞാൽ അല്ലേ, വെലോസിറ്റീൻ്റെ ടേമിലാണ് ക്വസ്റ്റ്യൻസിൽ ഉള്ളതെങ്കിൽ ആവറേജ് വെലോസിറ്റിക്ക് നമ്മൾ ഇക്വേഷൻ പറഞ്ഞിരുന്നു. എന്താ ഇക്വേഷൻ? ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു V1 T1 പ്ലസ് V2 T2 ഡിവൈഡഡ് ബൈ T1 പ്ലസ് T2. ഇത് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. ആദ്യമുള്ള വെലോസിറ്റി V1 ഇൻറ്റു T1 ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്, രണ്ടാമതുള്ള വെലോസിറ്റി ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമതുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്, അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. അപ്പോൾ ഇതിലിനി അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 30 ആണ്. 30 ഇൻറ്റു 3 പ്ലസ് V2 എത്രയാണ്? 40 ആണ്. 40 ഇൻറ്റു ടൈം 2 ഡിവൈഡഡ് ബൈ T1 പ്ലസ് T2 എന്ന് പറയുമ്പോൾ 2 പ്ലസ് 3 ആണ് വരിക അല്ലേ? ഇസ് ഈക്വൽ ടു 30 ഇൻറ്റു 3 90 പ്ലസ് 80 ഡിവൈഡഡ് ബൈ 5 ഇസ് ഈക്വൽ ടു 90 പ്ലസ് 80 170 ഡിവൈഡഡ് ബൈ 5 ഇസ് ഈക്വൽ ടു 34 km/h എന്ന് നമുക്ക് കിട്ടും അല്ലേ? 170 ഡിവൈഡഡ് ബൈ 5, 17 3 പ്രാവശ്യമാണ്, 20 4 ടൈംസ്. സോ 170 ഡിവൈഡ് ബൈ 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 34 ആണ് കിട്ടുന്നത്. സോ ആവറേജ് സ്പീഡ് നമുക്ക് കിട്ടി 34 km/h. നമുക്ക് പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നതും km/h ആണ്. അതുകൊണ്ട് ആൻസറിൽ വരുന്നതും എന്ത് തന്നെയായിരിക്കും? km/h ആണ്. ഇനി മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ആൻസറിൽ എന്ത് കിട്ടും? മീറ്റർ പെർ സെക്കൻഡിൽ കിട്ടും. സോ നമ്മൾ പ്രോബ്ലത്തിൽ തന്ന അതേ യൂണിറ്റിലാണ് നമ്മൾ ആൻസർ എഴുതിയിട്ടുള്ളത്. സോ ഇക്വേഷൻ എന്താണ്? V1 T1 പ്ലസ് V2 T2 ഡിവൈഡഡ് ബൈ V1 പ്ലസ് T2, V1 T1 പ്ലസ് T2. ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലം വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാം. ഇനി കുറച്ച് കേസസും കൂടി നമുക്ക് നോക്കാം. ഇനി നമ്മൾ 2 സ്പെഷ്യൽ കേസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആവറേജ് വെലോസിറ്റിയിൽ. ആവറേജ് വെലോസിറ്റിൻ്റെ ഇക്വേഷനൊക്കെ നമ്മൾ പറഞ്ഞതാണ്, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തതാണ്. ഇനി ഒരു 2 സ്പെഷ്യൽ കേസ് നമുക്കത് ബോർഡ് എക്സാമിനും അതേപോലെ എൻട്രൻസ് എക്സാമിനും ഉപകാരപ്രദമാകുന്ന ഒരു 2 കേസാണിത്. എ ബോഡി മൂവിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, ഫസ്റ്റ് കേസാണ് പറയുന്നത്. എ ബോഡി മൂവിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ട്രാവൽസ് വിത്ത് വെലോസിറ്റി V1 ഫോർ ദി ഫസ്റ്റ് ഹാഫ് ടൈം ആൻഡ് വിത്ത് വെലോസിറ്റി V2 ഫോർ ദി സെക്കൻഡ് ഹാഫ് ടൈം. വാട്ട് ഈസ് ദി ആവറേജ് വെലോസിറ്റി ഓഫ് ദി ഹോൾ ജേർണി? അപ്പോൾ ഫസ്റ്റ് ഹാഫ് ടൈം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈം ടേക്കൺ T ആണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ടൈം എന്ന് പറയുമ്പോൾ T/2, സെക്കൻഡ് ഹാഫ് ടൈം എന്ന് പറയുമ്പോൾ വീണ്ടും T/2. ഡിസ്റ്റൻസ് അല്ല ഹാഫ് എന്ന് പറഞ്ഞത്, നമ്മളോട് എന്താ പറഞ്ഞത്? ടൈമാണ് ഹാഫ്. ടോട്ടൽ ടൈം T ആണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ടൈമിലുള്ള വെലോസിറ്റി എത്രയാണ്? V1 ആണ്. സെക്കൻഡ് ഹാഫ് ടൈമിലുള്ള വെലോസിറ്റി V2. നമുക്ക് ടോട്ടൽ ടൈം 2T എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാത്തമാറ്റിക്കലി കുറച്ചും കൂടി ചെയ്യാൻ എളുപ്പമായിരിക്കും. 2T എന്ന് എടുത്തു കഴിഞ്ഞാൽ 2Tൻ്റെ ഹാഫ് എത്രയാണ്? T ആണ്. സോ ഫസ്റ്റ് V1 എന്നുള്ള വെലോസിറ്റി കവർ ചെയ്യുന്നത് T ടൈം കൊണ്ടാണ്. അടുത്ത ഹാഫ് ടൈം എന്ന് പറയുമ്പോൾ എന്താണ്? ടോട്ടൽ ടൈം നമ്മൾ 2T ആയിട്ടാണ് എടുത്തത്. സോ ഹാഫ് ടൈം എന്ന് പറയുമ്പോൾ എന്തായി? Tയും Tയും ആയി മാറി. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ടൈം വിത്ത് വെലോസിറ്റി V1, നെക്സ്റ്റ് ഹാഫ് ടൈം വിത്ത് വെലോസിറ്റി V2. ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്ന കാര്യം, നമുക്ക് ആവറേജ് വെലോസിറ്റിയാണ് കാണേണ്ടത്. ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റിന് ഇൻ ടേംസ് ഓഫ് വെലോസിറ്റി ആൻഡ് ടൈം എങ്ങനെ എഴുതാം? V1 ഇൻറ്റു T1 പ്ലസ് V2 ഇൻറ്റു T2. ഇവിടെ T1ഉം T2ഉം എന്തുതന്നെയാണ്? ടൈമാണ്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ഇവിടെ T1ഉം T2ഉം ടൈമാണ്. ടൈം രണ്ടും ഈക്വൽ ആണ്. എത്രയാണ്? T ആൻഡ് T. സോ V1 ഇൻറ്റു T പ്ലസ് V2 ഇൻറ്റു T ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എന്ന് പറയുമ്പോൾ എന്താണ്? T പ്ലസ് T ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? T ഇവിടെ കോമൺ ആയിട്ട് എടുക്കാമല്ലോ. T ഇൻറ്റു V1 പ്ലസ് V2 ഡിവൈഡഡ് ബൈ T പ്ലസ് T എത്രയാണ്? 2T ആണ്. T ക്യാൻസലായി. ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? V1 പ്ലസ് V2 ഡിവൈഡഡ് ബൈ 2. സോ നമ്മളോട് പറയുകയാണ് ഫസ്റ്റ് ഹാഫ് ടൈമിൽ ഇത്ര വെലോസിറ്റി,
നെക്സ്റ്റ് ഹാഫ് ടൈമിൽ ഇത്ര വെലോസിറ്റി. അങ്ങനെ ഒരു പ്രോബ്ലത്തിൽ നമ്മളോട് ആവറേജ് വെലോസിറ്റി കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, v1 + v2 / 2. ആ രണ്ട് തന്നിരിക്കുന്ന വെലോസിറ്റി ആഡ് ചെയ്യുക, by 2 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആവറേജ് വെലോസിറ്റി കിട്ടും. നിങ്ങൾ v1 × t1 + v2 × t2 / t1 + t2 ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിച്ചിട്ട് / ടൈം ചെയ്യേണ്ട ആവശ്യമില്ല. ആ തന്നിരിക്കുന്ന വെലോസിറ്റി ആഡ് ചെയ്യുക /2. ഏത് കേസിലാണ് എന്ന് കൂടി ശ്രദ്ധിക്കണം. നമ്മളോട് പറയുന്ന കേസ് ഏതാണ്, ഫസ്റ്റ് ഹാഫ് ടൈം വിത്ത് വെലോസിറ്റി v1 സംതിങ് 30 km/h, നെക്സ്റ്റ് ഹാഫ് ടൈം വിത്ത് വെലോസിറ്റി 90 km/h. അങ്ങനെയാണെങ്കിൽ ആവറേജ് വെലോസിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ 30 + 90 / 2 120/2 60 km/h എന്ന് കിട്ടും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത കേസ്, രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കേസിൽ നമുക്ക് എന്താ കിട്ടിയത്, v1 + v2 / 2. മറന്നു പോരെ, വി ആവറേജ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് കിട്ടുന്നത് വി ആവറേജ് ഈസ് ഈക്വൽ ടു v1 + v2 / 2. വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി എ ബോഡി മൂവിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ travels with first half distance at the velocity v1. ഫസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് ഹാഫ് ടൈം ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ് അല്ലേ, ഹാഫ് ഡിസ്റ്റൻസ് ഇത്ര വെലോസിറ്റി. അതേപോലെ ആൻഡ് സെക്കൻഡ് ഹാഫ് ഡിസ്റ്റൻസ്, അടുത്ത ഹാഫ് ഡിസ്റ്റൻസ് അല്ലേ. നമ്മൾ ഡിസ്റ്റൻസ് 10 മീറ്റർ ആണെങ്കിൽ 5 മീറ്റർ ഇത്ര വെലോസിറ്റിയിൽ, അടുത്ത 5 മീറ്റർ ഇത്ര വെലോസിറ്റിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, വാട്ട് ഈസ് ദി ആവറേജ് സ്പീഡ് ഫോർ ദി ഹോൾ ജേർണി. ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റി. ഇങ്ങനെയുള്ള കേസിൽ ആവറേജ് വെലോസിറ്റിയും സ്പീഡൊക്കെ എന്താണ്, ഒന്ന് തന്നെയാണ്. കാരണം ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വലാണ്. ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, ഈക്വലാണ്. നമ്മൾ തിരിച്ച് വരുന്നില്ലെങ്കിൽ, നമ്മൾ നേരെ പോവുകയാണെങ്കിൽ അവിടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വലാണ്, അവിടെ സ്പീഡും വെലോസിറ്റിയൊക്കെ ഈക്വലാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ആവറേജ് സ്പീഡ് എന്നും പറയാറുണ്ട്, ആവറേജ് വെലോസിറ്റി എന്നും പറയാറുണ്ട്. സോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എ ബോഡി മൂവിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ട്രാവൽസ് ഫസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ് വിത്ത് വെലോസിറ്റി v1. സപ്പോസ് എ നിന്ന് ബിയിലേക്കാണ് നമുക്ക് മൂവ് ചെയ്യേണ്ടത്, എ നിന്ന് ബിയിലേക്ക്. ഫസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നേരെ പകുതി അല്ലേ ഇവിടെ വരും. ഈ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത വെലോസിറ്റിയാണ് എത്ര, v1. അടുത്ത ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത വെലോസിറ്റി v2. ടോട്ടൽ ഡിസ്റ്റൻസ് ഞാൻ 2s എന്ന് എടുക്കുകയാണ്. നേരത്തെ നമ്മൾ 2t എന്ന് എടുത്തിരുന്നു. s എടുത്തു കഴിഞ്ഞാൽ s/2 എന്നൊക്കെ എടുക്കേണ്ടത്. നേരത്തെ t എടുത്തപ്പോൾ t/2 എന്ന് എടുക്കേണ്ടത് വന്നത് കൊണ്ടാണ് നമ്മൾ എന്തെടുത്തത്, 2t എടുത്തിട്ട് അതിൻ്റെ പകുതി t, അടുത്ത പകുതി t എന്ന് എടുത്തത്. അതേപോലെ ഇവിടെ 2s എടുത്തിട്ട് ആദ്യത്തെ ഹാഫ് ഡിസ്റ്റൻസ് s, അടുത്ത ഹാഫ് ഡിസ്റ്റൻസ് വീണ്ടും നമ്മൾ എന്തെടുത്താൽ മതി, s എടുത്താൽ മതി. ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ദി ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റി ഓഫ് ദി ഹോൾ ജേർണി. നമുക്കറിയാം ആവറേജ് വെലോസിറ്റി അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് വി ആവറേജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഇവിടെ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എസ്സും ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്, എസ്സും ആണ്. സോ എസ് + s ഇതാണ് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ടോട്ടൽ ടൈം ടേക്കൺ അല്ലേ, t1 ടൈമിനെ കുറിച്ചൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ ഡിസ്റ്റൻസും വെലോസിറ്റിയാണ് പറഞ്ഞത്. നേരത്തെ ആണെങ്കിൽ ടൈമും വെലോസിറ്റി ആയിരുന്നു, ഡിസ്റ്റൻസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ല. ഇപ്പം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഡിസ്റ്റൻസും വെലോസിറ്റിയാണ്, ടൈമിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ ടൈം നിങ്ങൾ എന്തിൻ്റെ ടേമിൽ എഴുതണം, വെലോസിറ്റിൻ്റെയും ഡിസ്റ്റൻസിൻ്റെയും ടേമിൽ എഴുതണം. നമുക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. സോ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി. അപ്പോൾ ആദ്യത്തെ ഡിസ്പ്ലേസ്മെൻറ്റ്, ആദ്യത്തെ ടൈം കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അവിടെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ അവിടെയുള്ള വെലോസിറ്റി s/v1 പ്ലസ് നമുക്ക് അടുത്ത ടൈം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ അവിടെയുള്ള വെലോസിറ്റി, ദാറ്റ് ഈസ് s/v2 ഈസ് ഈക്വൽ ടു s + s എത്രയാണ്, 2s ആണ്, ഡിവൈഡഡ് ബൈ ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. അല്ലെങ്കിൽ എസ് ഇവിടുന്ന് രണ്ടിന്ന് കോമൺ ആയിട്ട് എടുക്കാം. കാരണം s/v1 ഉണ്ട്, s/v2 ഉണ്ട്, രണ്ടിലും എന്തുണ്ട്, s ഉണ്ട്. സോ s × 1/v1 + 1/v2. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും s ഉണ്ട്. സോ s ക്യാൻസലായി. ഇസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 1/v1 + 1/v2 ആണ്. 1/v1 + 1/v2. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, വി ആവറേജ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക, വി ആവറേജ് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകണം 1 × v2 + v1 ഡിവൈഡഡ് ബൈ v1 × v2 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ v1 ×
V2 V1 ഇൻറ്റു V2. അപ്പോൾ ഇത് മേലോട്ടേക്ക് പോകും അല്ലേ. അപ്പോൾ നമുക്ക് വി ആവറേജ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക, വി ആവറേജ് ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ കേസിൽ വി ആവറേജ് ഈസ് ഈക്വൽ ടു ഇത് മേലോട്ടേക്ക് പോകുമ്പോൾ 2v1 v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2 2v1 v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2. അപ്പോൾ രണ്ട് കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്ന് ഫസ്റ്റ് ഹാഫ് ടൈം നെക്സ്റ്റ് ഹാഫ് ടൈം എന്ന് പറയുന്ന കേസിൽ, ഒന്ന് രണ്ടാമത്തെ കേസ് ഫസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ് കവേർഡ് വിത്ത് വെലോസിറ്റി v1 സെക്കൻഡ് ഹാഫ് ഡിസ്റ്റൻസ് കവേർഡ് വിത്ത് വെലോസിറ്റി v2 എന്ന് പറയുന്ന കേസിൽ. ഒന്നാമത്തെ കേസിൽ ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു v1 പ്ലസ് v2 ഡിവൈഡഡ് ബൈ 2. രണ്ടാമത്തെ കേസിൽ ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2v1 v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2 2v1 v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2. അപ്പോൾ നമുക്ക് ഇവിടെ വെലോസിറ്റി മാത്രം തന്നു കഴിഞ്ഞാൽ അല്ലേ, v1 ഉം v2 തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എ കാർ മൂവ്സ് അലോങ് എ സ്ട്രെയിറ്റ് പാത്ത്, ഇറ്റ് കവേഴ്സ് ഫസ്റ്റ് ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ്. നമ്മൾ പറഞ്ഞ കേസൊക്കെ നിങ്ങൾ ആലോചിക്കണം. ഫസ്റ്റ് ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ് അറ്റ് ദി റേറ്റ് ഓഫ് 40 km/h and the second half of the distance at the rate of 60 km/h. Find the magnitude of the average velocity. Find the magnitude of average velocity. നമ്മളെ ക്വസ്റ്റ്യൻ നമുക്കറിയാം. അതിൽ ഫസ്റ്റ് ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ് അറ്റ് ദി റേറ്റ് ഓഫ്, അതേപോലെ സെക്കൻഡ് ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ് അറ്റ് ദി റേറ്റ് ഓഫ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനത്തെ കേസിൽ നമ്മളൊരു സ്പെഷ്യൽ കേസായിട്ട് കൺസിഡർ ചെയ്തിട്ട് ഇക്വേഷൻ നമ്മൾ പറഞ്ഞതാണ്. ഫസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ് വിത്ത് വെലോസിറ്റി v1 സെക്കൻഡ് ഹാഫ് വിത്ത് വെലോസിറ്റി v2. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്തായിരുന്നു, ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2v1 v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2. ഇവിടെ v1 ഈസ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട് 40 km/h. v2 ഈസ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട് 60 km/h. നമുക്ക് ഇക്വേഷൻ ഉണ്ട്, v1 അറിയാം v2 അറിയാം, നമുക്ക് ഇക്വേഷൻ അറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് കിട്ടും 2 × 40 × 60 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2 എന്ന് പറയുമ്പോൾ 40 പ്ലസ് 60. 2 × 40 × 60 ഡിവൈഡഡ് ബൈ 40 പ്ലസ് 60 എത്രയാണ്, 100 ആണ്. ഒരു 0 നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാം, വേറൊരു 0 ഇവിടെയും ക്യാൻസൽ ചെയ്യാം. 2 × 4 8 ആണ്, 8 × 6 6 48 അല്ലേ, എന്താ 48 km/h. ശ്രദ്ധിക്കണേ, നമ്മൾ ആവറേജ് വെലോസിറ്റീൻ്റെ ഇക്വേഷൻ പഠിച്ചത് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈമാണ്. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നിന്നാൽ ഒരുപാട് സമയം എടുക്കും, അത് വളരെ ബുദ്ധിമുട്ടായി വരും. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വെലോസിറ്റി ഉപയോഗിച്ചിട്ട് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാം. ഇൻ ടേംസ് ഓഫ് വെലോസിറ്റി അതിൻ്റെ ടൈം എഴുതിയിട്ട് നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. എന്നിട്ട് നമ്മൾ 2v1 v2 ഡിവൈഡ് ബൈ v1 പ്ലസ് v2 എന്ന ഇക്വേഷനിലേക്ക് എത്തുന്നു, ഹാഫ് ഡിസ്റ്റൻസ് ആണെങ്കിൽ. അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് 48 km/h. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതും km/h, ആൻസറും എന്താണ്, km/h. ഇനി ഹാഫ് ടൈമിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ ഇതേപോലെ ടൈമിൻ്റെ പ്രോബ്ലം വരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിലും എളുപ്പമാണ്, v1 പ്ലസ് v2 ഡിവൈഡഡ് ബൈ 2. ഹാഫ് ടൈം ഇത്ര വെലോസിറ്റി v1, അടുത്ത ഹാഫ് ടൈം ഇത്ര വെലോസിറ്റി v2. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനും v1 പ്ലസ് v2 ഡിവൈഡഡ് ബൈ 2 എന്നുള്ള ഇക്വേഷൻ എടുത്താൽ മതി. അപ്പോൾ ഈ രീതിയിലാണ് പ്രോബ്ലംസ് ചോദിക്കുക. നമ്മൾ ഈ ക്ലാസ്സിൽ ആവറേജ് വെലോസിറ്റി, ആവറേജ് സ്പീഡ്, യൂണിഫോം മോഷൻ ഇതൊക്കെ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ കുറച്ച് സ്പെഷ്യൽ കേസൊക്കെ ഡിസ്കസ് ചെയ്തു, കുറച്ച് പ്രോബ്ലംസ് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളെ സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ബാക്കിയുള്ള ടോപ്പിക്സ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.